ഫണ്ട് വെട്ടിപ്പിൽ കാസർഗോഡ് CPM-ൽ കൂട്ട നടപടി. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, മുൻ ജില്ലാ സെക്രട്ടറി CJ സജിത്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് PK നിഷാന്ത് എന്നിവർക്കാണ് ശാസന. ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യുവിനെയും ട്രഷറർ സബീഷിനെയും താക്കീത് ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. മുഴുവൻ പാർട്ടി ഘടകങ്ങളും നടപടി റിപ്പോർട്ട് ചെയ്യും. MV ജയരാജൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയാണ് നടപടി അംഗീകരിച്ചത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, കൂട്ട നടപടിയിലേക്കാണല്ലോ നീങ്ങിയിരിക്കുന്നത്. ഫണ്ട് വെട്ടിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞത്? ആർക്കൊക്കെതിരെയാണ് നടപടി? സ്മൃതി, അതായത് ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളിലും ഈ നടപടിയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കും ജില്ലാ കമ്മിറ്റി കടന്നിട്ടുണ്ട്. വിവിധ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി കാസർഗോഡ് നടക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പാർട്ടി ഫോർ ആക്ഷൻ ഇതിന്റെ ഭാഗമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ യോഗം നടക്കുകയും ചെയ്തത്. പ്രധാനപ്പെട്ട നടപടിയായി ഇപ്പോൾ വന്നിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, മുൻ ജില്ലാ സെക്രട്ടറി CK സജിത്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് PK നിഷാന്ത് എന്നിവരെ ഇവർക്ക് ശാസന പാർട്ടി നടപടിയിലെ ഒരു ക്രമം എന്ന രീതിയിലാണ്. പരസ്യശാസനയല്ല, പാർട്ടിയിലെ ബ്രാഞ്ച് വരെയുള്ള എല്ലാ ഘടകങ്ങളിലും ഇവരെ ശാസിച്ചു കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരമൊരു റിപ്പോർട്ട് എല്ലാ ഘടകങ്ങളിലും റിപ്പോർട്ട് ചെയ്യും. അതിനു പുറമെ ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു, അതുപോലെ തന്നെ ട്രഷറർ സബീഷിനുമാണ് താക്കീത് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ CK സജിത്ത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്നും മാറിയതിനു ശേഷം ഡിവൈഎഫ്ഐയുടെ ഫണ്ട് അവരുടെയും അത് മറ്റൊരാളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും അതിനു പുറമെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രജീഷ് വെള്ളാട്ട് ട്രഷററുടെ ഒപ്പിട്ട് പണം പിൻവലിച്ചുവെന്നും ഒരു ദിവസം മാത്രം 3000-ലധികം രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം ഈ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ സമിതി നടപടിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.